ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡൂസ് ഫെസറ്റ്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഫിഷ് ഫ്രൈ ആണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ പേരാണ് തിരുത. അപ്പോൾ ഇതിപ്പോൾ ഒരു പുഴ മീനാണ്. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മളൊരു 1.5 കിലോൻ്റെ മേലെ ഇതിന് തൂക്കമുണ്ട്. ഏകദേശം 1,600 ഉണ്ടായിരുന്നു. ഈ ഒരു മീൻ നമ്മൾ അതായത് കുടംപുളി ഇട്ടിട്ട് മുളകിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ പൊരിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല നല്ല പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചെതുമ്പലൊക്കെ പോക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെത്തി എടുത്ത് പോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഇതാ മീനൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരേപോലത്തെ നല്ല നല്ല പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഫിഷ് ഫ്രൈൻ്റെ മസാല സാധാ പോലെ ഒരു മഞ്ഞളും മുളക് പൊടിയും ഉപ്പും വെച്ചിട്ടുള്ളത് മാത്രമല്ല, വേറെ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 3 തണ്ട് കരിവേപ്പില, പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 4 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് പൊടികളായിട്ട് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, അത് കളറിന് വേണ്ടിയിട്ടാണ്, പിന്നെ സാധാ മുളക് പൊടി, പിന്നെ ഉപ്പ്. അപ്പോൾ ഇനി നമുക്ക് ഈ ചെറിയുള്ളിയും കരിവേപ്പില, അതേപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, അതേപോലെ മുളക് പൊടി, ഉപ്പ്, ഇത്രയും കാര്യങ്ങളും കൂട്ടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമല്ല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, മുട്ടേൻ്റെ വെള്ളയാണ്. അപ്പോൾ ഈ മസാല ഇതൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാല ഇതിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മസാല നമ്മളിവിടെ പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ മസാല അത്യാവശ്യം നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ടേസ്റ്റും കൂടും, മസാലയും നന്നായി പിടിക്കും. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു നോൺ സ്റ്റിക്ക് കടായാണ് കേട്ടോ, അതായത് വെളിച്ചെണ്ണ ഇറങ്ങി നിൽക്കുന്ന രൂപത്തിലുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അതേപോലെ ഇത് പുഴമീനാണ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു മീൻ വാങ്ങിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ അത്രയും ടേസ്റ്റ് തന്നെയാണ് ഇത് കുടംപുളി ഇട്ടിട്ട് മുളകിട്ട് വയ്ക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. പ്രത്യേകിച്ചും ഈ മസാല നല്ല മസാലയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മീൻ നല്ല ഏത് മീനാണെങ്കിലും ഇങ്ങനെയൊരു മസാല തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.